عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الصادق على الأنام وجوده ورحمة للعالمين ظهوره وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. صدق وبلغ نبي الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ സെക്രട്ടറിയും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും നമ്മളുടെ മാർഗദർശിയുമായ ബഹുമാനപ്പെട്ട ഒട്ടുമാൻ ഉസ്താദ് അവർകളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദശാസന്ധിയിൽ, വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിക സംഘടനാ രംഗത്ത് ഏറ്റവും അധികം നേതൃത്വം കൊടുത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയാനുള്ള കാരണം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പരിശുദ്ധരായ സാദാത്യങ്ങളും പണ്ഡിതരും മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനും ഉണ്ടാക്കാനുമുണ്ടായ കാരണം ബിദ്അകളുടെ ആക്രമണമായിരുന്നു. തവസ്സുലിനെതിരായ, ഇസ്തിഗാസക്കെതിരായ, അങ്ങനെ മതപരമായി അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ളൊരു പുതിയ കൂട്ടം ആളുകളുടെ രംഗപ്രവേശനം ആ കാലഘട്ടത്തിന് യോജിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കുവാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞുപോയ നമ്മുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തതും അവരതിന് അടിത്തറ പാകിയത്. അല്ലാഹു ഈ ഉമ്മത്തിനെ തൊട്ടവർക്കൊക്കെയും പ്രതിഫലം നൽകുമാറാവട്ടെ. അക്കാലത്ത് നമ്മൾ കണ്ടിരുന്നത് വളരെ ഏറെ തബറുക്കാത്തുകളെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകളെ. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്ന, അവിടുത്തെ ദാത്തു ശരീഫയ്ക്ക് ഒരു പ്രത്യേകതയുമില്ലെന്ന് വാദിച്ചിരുന്നൊരു കൂട്ടം ആളുകളെയാണ് അക്കാലഘട്ടത്തിലെ നമ്മുടെ പൂർവസൂരികളായ പണ്ഡിതന്മാർക്ക് നേരിടാനുണ്ടായിരുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കുകയും അതേ ദാത്തു ശരീഫ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ മേൽ സലാത്തും സലാമും ചെല്ലുന്നതിന്റെ പ്രാധാന്യം പറയുകയും അവിടുത്തെ മദ്ഹ് പറയുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മഹാന്മാരായ നമ്മുടെ ഉലമാക്കന്മാർ ആ കർത്തവ്യം നിർവഹിക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ശക്തമായ ആശയത്തിന് വേരൂന്നൽ നൽകുകയും ചെയ്തു. ആ മഹാധരന്മാരുടെ മുഴുവനും പേരെടുത്ത് പറഞ്ഞ് പ്രകീർത്തിക്കുകയും അവരുടെ പരിശുദ്ധമായ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യാൻ ഈ സമയം പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മഹത്വം നിർവഹിച്ച കർമ്മമിതായിരുന്നുവെന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. അതിനിടയിലാണ് കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില ആളുകൾ ഒരു മുടിയുമായി കയറി വരുന്നത്.
ഇറങ്ങിപ്പോയപ്പോൾ അവർക്കുണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളൊക്കെ കയറി വന്നപ്പോൾ ഇല്ലാതെയാവുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇറങ്ങിപ്പോയപ്പോഴുണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളും ഇറങ്ങിപ്പോയപ്പോഴുണ്ടായിരുന്ന ആശയ തീവ്രതയുമൊക്കെ പുതിയ മുടിയുമായി കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്തായാലും പുതിയ മുടിയുമായി വന്നു. അത് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാതു ശരീഫയുടെ ഭാഗമാണെന്ന് അവർ വാദിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്തായിരിക്കും അതിന്റെ പ്രതികരണം? എന്തായിരിക്കണം ഒരു പണ്ഡിത സമൂഹം പറയേണ്ട കാര്യം? കഴിഞ്ഞ 19 വർഷമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫയുടെ പ്രത്യേകത പഠിപ്പിച്ച പാവപ്പെട്ട പണ്ഡിതന്മാർ, കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തബറുക്കിന്റെ മഹത്വം പഠിപ്പിച്ച പ്രവാചകരുടെ മഹത്വം പഠിപ്പിച്ച പണ്ഡിതന്മാർ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്കുകൾ കൊണ്ട് അനുഗ്രഹം തേടി ബറക്കത്ത് തേടി നടന്ന സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞ് പാല് പറഞ്ഞ ഉലമാക്കന്മാർ, ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് പറയേണ്ടത്? ആ ഉലമാക്കന്മാർ അവരെ വിശ്വസിക്കുന്ന ജനസമൂഹത്തോട് സത്യസന്ധമായി സംവദിക്കേണ്ടതുണ്ട്, സത്യസന്ധമായി അവരോട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറുകക്ഷികളോട് ചോദിച്ചു, അതിന് സനദുണ്ടോ? അതിന് കൈമാറ്റ രേഖയുണ്ടോ? അന്ന് ബോംബെയിലെ മുടിയന് വന്നിരുന്നു. ഈ സമയത്ത് പിന്നീട് നടന്ന സനദ് നിർമ്മാണത്തിന്റെ കഥ ഇവിടെ വരാൻ പോകുന്നതാ. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾ കേൾക്കില്ലേ? പിന്നീട് ഇവിടെ നടന്ന സനദ് നിർമ്മാണമാണ്. അതായത് സനദില്ലെങ്കിൽ സാധനം പോവില്ല. റിയൽ എസ്റ്റേറ്റിൽ നല്ല കഴിവുള്ള ആളാണ് നമ്മളെ പഴയ ഉസ്താദ്. അപ്പൊ അഥവാ അളവിൽപ്പെടാത്ത ഭൂമി ഉണ്ടെങ്കിൽ അതിനെങ്ങനെങ്കിലും ഒരു രേഖ ഉണ്ടാക്കാൻ മൂപ്പര് വലിയ വിദഗ്ധനാണ്. 5 ഏക്കർ ഭൂമി വാങ്ങി അളവ് നോക്കുമ്പോൾ 7 ഏക്കർ ഉണ്ടെങ്കിൽ 2 ഏക്കർ പയാക്ക് തിരിച്ചു കൊടുക്കല്ലേ ചെയ്യാം. ഈ 2 ഏക്കർക്ക് രേഖ ഉണ്ടാക്കാൻ മൂപ്പർ വളരെ ഒരു സർവേയർ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നോ താലൂക്കിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി പഞ്ചായത്ത് ഒരു പേപ്പറൊക്കെ വാങ്ങി വിൽക്കുമ്പോൾ 7 ഏക്കർ വിൽക്കും. മനസ്സിലായ നിങ്ങൾക്ക്? ഇതേ ഒരു ശൈലി മൂപ്പർ ഇവിടെ ആധാരത്തിൽപ്പെടാത്ത ഭൂമിക്ക് കാണിച്ചു എന്നതാണ് തന്ത്രപരമായ ശൈലി. സർവേയറായി നിശ്ചയിച്ചത് ഒന്ന് നമ്മളെ മുഹമ്മദ് സഖാഫിനെ മലയമ്മ, അതിന്റെ അടിയാധാരങ്ങൾ നിർമ്മിക്കാൻ ഏൽപ്പിച്ച രജിസ്ട്രാർ സാജി സഖാഫിയായിരുന്നു. അത് ആധാരം ഓഫീസിലുള്ള രേഖകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഏൽപ്പിച്ചത് ഒരു മജീദ് മുസ്ലിയാരായിരുന്നു. സംഭവം പുറത്തായി. കാരണം എന്തെന്ന് വെച്ചാൽ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അങ്ങനെ കളവ് പറയുന്നിടത്ത് ഒരുപാട് അപകടകരമായ മസലകൾ വരാനുണ്ട്. അതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് തന്നെ സനദ് നിർമ്മാണം നടത്തിയ ആളുകൾ ഞങ്ങൾ ഈ സനദ് നിർമ്മിച്ചതാണെന്ന് പരസ്യമായി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പൂനൂര് ഒരു സമ്മേളനം നടന്നു എപിന്റെ. നാളെ കോഴിക്കോട്ട് നടക്കുന്നുണ്ട്. എന്താ നടക്കൊക്കെ? അത് നടക്കണല്ലോ, ഉണ്ടാക്കാൻ പറ്റൂല. എന്താ സംഭവം? നമ്മൾ അമീദ് ഫൈലിയും കൂട്ടുകാരൊക്കെ പോയിട്ട് നല്ലൊരു പ്രസംഗം നടത്തി പൂനൂര്. മറുപടി ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. പറയോ? നിങ്ങൾ പറയില്ലോ? ഉടനെ അവിടുത്തെ SSF ഒരു പ്രകടനം നടത്തി മറുപടി പറയാൻ അനുവദിക്കുക. ഇനി മറുപടി എന്ന പേരിൽ ഒന്ന് തട്ടിക്കൂട്ടിയിട്ടില്ലെങ്കിൽ സംഭവം അഡ്രസ് പോകും. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഒരു ചവിട്ട് നാടകമാണ് പൂനൂരിൽ നടന്നത്. ഇൻഷാ അല്ലാഹ് പൂനൂരിക്ക് ആ നാടകത്തിന്റെ മറുപടി നമ്മൾ വരുന്നുണ്ട്. എന്നാലും ശക്തമായ ഒരു ചവിട്ട് നാടകം അവിടെ അരങ്ങേറിയിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഈ സനദ് ഇവിടെ നിർമ്മിക്കപ്പെട്ടു. രണ്ടാമത് പിന്നീടൊരു സംഭവം ഉണ്ടായി. അതെന്താ? സനദ് വേണം എന്ന് പറയുകയും സനദ് നിർമ്മിക്കുകയും ആ സനദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ലോകത്ത്
മുഴുവൻ പ്രചരിപ്പിക്കുകയും തന്റെ പണ്ഡിത സമ്മേളനത്തിൽ പോലും സനത് വായിക്കുകയും ചെയ്തു. നിർമ്മിച്ച സനത്. ആ കാസറ്റ് ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലുണ്ട്. ഇത് മറക്കരുത്. പുതിയൊരു വാദം വരുന്നുണ്ട്. പുതിയൊരു വാദം പൂനൂര് ഉടലെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പൂനൂരിൽ തന്നെ ഞങ്ങൾ മറവ് ചെയ്യുമെന്ന് സാന്ദർഭമായി സൂചിപ്പിക്കുകയാണ്. ഈ സംഭവങ്ങളെ നിങ്ങൾ മറക്കരുത്. കാന്തപുരം സനത് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണെന്ന പേരിൽ വായിച്ചിട്ടുണ്ട്. പണ്ഡിത സമ്മേളനത്തിൽ അദ്ദേഹം വായിക്കുന്ന കാസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഹൗസലാളമിന്റെ പേര് പറഞ്ഞപ്പോ മൂപ്പരാട് കരഞ്ഞു. എന്തു കരച്ചിൽ! കാസറ്റ് കേട്ട സയ്യിദുനാ ഗൗസുൽ ആദം വഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് പുറത്തു കിട്ടില്ല. ആളുകൾ പുറത്തുനഞ്ഞ് ഉസ്താദ് വായിക്കരുതെന്ന് പറയുന്ന മൂപ്പര് വിചാരിച്ചേ ചാരും മുണ്ടില്ല. വായിച്ചു. സത്യത്തിൽ ഈ വയസ്സാങ്കാലത്ത് ഗൗസുൽ ആദമിന്റെ പേരിൽ ഒരു കളവ് പറയേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടമായിരിക്കും ചിലപ്പോ. ഈ മാണ്ടാത്ത പണി സനത് സൂപ്പറായിട്ട് വായിച്ചു. ആ സനത് വായന കഴിഞ്ഞു. പിന്നീട് നടന്നത് ആ സനത് വായന കഴിഞ്ഞു. പിന്നെ മർക്കസിൽ മുടിയുമായി ആര് വരുന്നു? ഖസ്റജി. നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ കയറി വന്ന് അവിടെ തന്ത്രപരമായ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്റെ മുസ്ലിം യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താണത്? കുറെ ലോകതലത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു സ്റ്റേജ് അവിടെ ഉണ്ടായിരുന്നു. അബ്ബാസ് മാലിക്കി, ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി, അതേപോലെ അലിയുൽ ഹാഷിമി തുടങ്ങിയ ഗ്രന്ഥകാരന്മാരും സമൂഹത്തിൽ അറിയപ്പെടുന്ന തറവാട്ടിൽ ജനിച്ചവരുമായ ചില ആളുകളെ സമ്മേളനത്തിനെന്ന വ്യാജേനെ സമ്മേളനത്തിനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്നിരുന്നു. അവിടെ ഈ മുടിയും തലയൊന്നും അവരെ പുസ്തകത്തിലില്ല. ആ സദസ്സിലേക്കാണ് ആര് വരുന്നത്? ഖസ്റജി വരുന്നത്. ഒരു ചെറിയ ആൾക്കിൽ വെട്ടിപ്പാകാക്കി മുടിയേറ്റ്. കണ്ടങ്ങള് ആ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടാവും. കുട്ടികൾ കാട്ടിത്തരും. ചെറിയൊരു ആൾക്കിൽ. എന്നിട്ട് പിന്നീട് അവിടെ നടക്കാൻ പോകുന്നത് സനത് വായനയാണ്. മറന്നിട്ടുണ്ടാവില്ല. അനൽ വാദിഉ സ്വഹീഹി ഫീ ഖിതാബി വമുഖയ്യിദി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു. എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ്, അയാളെ വാപ്പാന്റെ പേര് അവറാൻ, അയാളെ വാപ്പാന്റെ ഒരു കുഞ്ഞാലി, ഇങ്ങനെ പറഞ്ഞു. പേരോട് ഇവിടെ നിന്നിട്ടാണ് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ചില ആളുകൾ സനത് വാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സനത് ഒരു 33 തക്ബീറായില്ലേ? അതിന്റെ അർത്ഥം എന്താ? SSFരും സനത് വാണെന്ന് വിശ്വസിക്കുന്നു. തിരിയുണ്ടല്ലോ, മനസ്സിലാണ്ടല്ലോ. പേരോടും വിശ്വസിക്കുന്നു. പിന്നെ എന്റെ ഉസ്താദ് വന്നിട്ട് കാര്യമായിട്ട് ദലീലും പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്താണ്? ഇന്നമദ്ദീനു ബിൽ ഇസ്നാദി ഔ ബിൽ അസ്നാദ്. ദീൻ സനത് കൊണ്ട് സ്ഥിരപ്പെടുള്ളൂ. സഖാഫിക്ക് നമ്മളിതാ സനത് കൊടുക്കുന്നത് പഠിച്ചിന്റെ സനതാണ്. ഇജാജി സനതാണെങ്കിൽ പിന്നെ ഞാൻ കാട്ടി തന്നെ നല്ലേ. ഒറിജിനൽ സനതാണ് കൊടുക്കുന്നത്. ഇതേമാതിരി സഖാഫിയുടെ കയ്യിൽ സനത് പറയുന്നത്. നിങ്ങൾക്ക് ഓർക്കണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ. ഇങ്ങനെ അയാൾ ഒരു പ്രസംഗം, ഒരു നാടകവും, ഒരു കളിയും പുലിയൊക്കെയായിട്ട് സനത് അവതരിപ്പിച്ച് പിരിഞ്ഞു. ഇത് അവരെ ഗ്രൗണ്ടിൽ അവരുടെ ഗ്രൗണ്ടിൽ അവർ സ്വയം നിർവഹിച്ച കാര്യമാണ്. അവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തകനും ഉണ്ടായിരുന്നില്ല. നമ്മളാരും ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലുകയോ അവരോട് ആ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിരുന്നില്ല. ഒന്നിന്റെ അപകടം ജാലിയൻവാലയിലേക്ക് ഞാൻ വരികയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അത് വളരെ വേദനാജനകമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുസ്ലിം യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഖസ്റജി വെട്ടിപ്പാകപ്പെടുത്തിയ ഒരു മുടിയെ സദസ്സിൽ വെച്ച് ആളുകൾക്ക് കൈമാറി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ കാസറ്റ് ലോകം മുഴുവൻ പ്രചരിച്ചു. നോയിക്കോളി, അവിടെ ആരാളുള്ളത്? ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി, പിന്നെ അബ്ബാസ് മാലിക്കി, ഇങ്ങനെ കുറെ കാര്യമായ ആളുകൾ, അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ആളുകൾ, ഈജിപ്തിലെ കുറെ പണ്ഡിതന്മാര്, ലുബനാനിലെ കുറെ പണ്ഡിതന്മാര്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അവർ തട്ടിക്കൂട്ടിയ സംഘടനയുടെ എല്ലാ നേതാക്കന്മാരും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തലയ്ക്കെട്ട് കെട്ടിയ 100 കണക്കിന് വലിയവർ.
ഇവിടെ അവതരിപ്പിച്ചപ്പോൾ പുറത്തുള്ള ദൃശ്യത്തിൽ നിന്ന് എന്താണ് ബോധ്യമാവുക? ഖസ്റജി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണ്. അത് ഈ പണ്ഡിത സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്ന് ബോധ്യമാവില്ലേ? അഭിപ്രായം ബോധ്യം. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുടി വിതരണം ചെയ്ത ഖസ്റജി തന്നെ ഇന്റർനെറ്റ് വഴി ലോകത്ത് പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ അപകടം കാന്തപുരത്തൊതുങ്ങുന്നതല്ല, ഇതിന്റെ അപകടം കാരന്തൂരിൽ ഒതുങ്ങുന്നതല്ല, ഇതിന്റെ അപകടം ലോകം മുഴുവൻ അയാൾ പ്രചരിപ്പിച്ചു. ഇപ്പോൾ കൂട്ടി വായിക്കുന്ന ഒരാൾക്ക് കൂട്ടി വായിക്കാം. സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ അപരിഷ്കൃതനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് കൂട്ടി വായിക്കുന്നവർക്ക് കൂട്ടി വായിക്കാം. എന്റെ മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുകൊണ്ടാണ് ഇത് സിയോണിസ്റ്റുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കാൻ കാരണം, ഇത് ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കാൻ കാരണം, ഇത് തന്നെ ലോകത്ത് മുഴുവനും പിന്നെ ഈ ഖസ്റജ് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ വിതരണം ചെയ്തിട്ടുണ്ട്, സെനഗലിൽ വിതരണം ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം ഒരു മുടി വിതരണം ചെയ്തു. ഏത് മുടിയെന്നറിയോ? 3 മീറ്റർ നീളമുണ്ടാകുന്ന മുടി. സയ്യിദുനാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അതിനെ ചേർപ്പറയുന്നതിന്റെ അപകടം മറുപക്ഷത്തുള്ള ചെറുപ്പക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്മളെ അംഗീകരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി നിങ്ങൾ എന്നെ കണ്ടാൽ പോലും ഒരു കാര്യം ഞാൻ ശറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രി റളിയല്ലാഹു അൻഹു പ്രവാചക പ്രേമികളുടെ കാലത്തെയും അഭിമാനമായ ബുസൈർ പട്ടണത്തിലെ, ബുസൈർ ഗ്രാമത്തിലെ, അലക്സാണ്ട്രിയയിലെ ബുസൈർ പട്ടണത്തിലെ തന്റെ സൗന്ദര്യത്തിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പാടിപ്പുകഴ്ത്തിയ ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി. സൗന്ദര്യത്തിൽ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു ശരീകുമില്ല. ഇത്ര ശക്തമായൊരു രൂപം, ഇത്ര ശക്തമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികൃതമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നമ്മൾ സമ്മതിക്കൂല. അങ്ങനെ അക്കാലത്ത് കാർട്ടൂൺ വരച്ചതിൽ വരെ നാട്ടിൽ കലാപം അരങ്ങേറിയ കാലമാണ്. ഇത് മറന്നിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രാകൃതനായ ഒരു മനുഷ്യനായി ചിത്രീകരിക്കാൻ വേണ്ടി തന്ത്രപരമായ നീക്കം നടന്നുകൊണ്ടിരുന്നൊരു സമയമാണ്. ആ നീക്കം സൽമാൻ റുഷ്ദി നടത്തിയിട്ടുണ്ട്, പല കാർട്ടൂണിസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും അതിന്റെ പേരിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്താണ് മുസ്ലിം പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് 3.5 മീറ്റർ നീളമുള്ള ഒരു മുടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് കാന്തപുരവും ഖസ്റജിയും മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചത്. നിങ്ങൾ പറയും, എന്താ ആക്ഷേപിച്ചാൽ മാത്രം മതിയോ? ഇതിന്റെ ആധികാരികത പറയണ്ടേ? ഈ പറയപ്പെട്ടത് ലോകത്തൊരിടത്തും കേട്ടുപരിചയമില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും ആരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫ് എന്താ നിങ്ങൾ ഞമ്മക്ക് പഠിപ്പിച്ചിരണോ? വേണോ? അവിടുത്തെ കണ്ണിന്റെ പുരികം അമ്പിന്റെ വില്ലിനെ പോലെ വളഞ്ഞു നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്പിന്റെ വില്ലിനെ പോലെ വളഞ്ഞിരിക്കുന്ന മനോഹരമായ കണ്ണിന്റെ പുരികത്തിന്റെ സൗന്ദര്യം പറയാൻ
അവിടുത്തെ വിശാലമായ നെറ്റിത്തടത്തിന്റെ സൗന്ദര്യവും അതിൽ തെളിഞ്ഞു കാണുന്ന 3 വരകളുടെ സൗന്ദര്യവും അവിടുത്തെ കണ്ണിന്റെ ചുവപ്പിന്റെ സൗന്ദര്യവും അവിടുത്തെ ചെരിക്കുന്നികൾ നടക്കുമ്പോൾ കുലുങ്ങുന്നതിന്റെ സൗന്ദര്യവും അവിടുത്തെ പതിഞ്ഞ കാലടിപ്പാദത്തിന്റെ സൗന്ദര്യവും ഇസാറ് മാത്രം ധരിക്കുമ്പോൾ വയറ്റിൽ തെളിഞ്ഞു കാണുന്ന 3 വരകളുടെ സൗന്ദര്യവും അവിടുത്തെ മുടിയുടെ അവിടുത്തെ ധാതു ശരീഫയിലെ ഓരോ അവയവത്തിന്റെ സൗന്ദര്യവും അവിടുത്തെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്കിന്റെ സൗന്ദര്യവും മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളമെന്നറിയോ? സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ദാത്തിന്റെ പ്രത്യേകതകളും അവിടുത്തെ ശഅർ മുബാറക്കുകളുടെ പ്രത്യേകതകളും വളരെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹദി അവറുകള് അവിടുത്തെ ശരീരത്തിൽ എത്ര രോമങ്ങളാണ് നിരച്ചത്, തലമുടിയിൽ നിന്ന് എത്ര മുടി നിരച്ചിട്ടുണ്ട്, താടിയിൽ നിന്ന് എത്ര മുടി നിരച്ചിട്ടുണ്ട് എന്ന് എണ്ണി ക്ലിപ്തപ്പെടുത്തി. എന്നിട്ട് മഹദി അവറുകൾ പറഞ്ഞു, വമാ ബലഗ ഇലൽ 20, അത് 20 തികഞ്ഞിട്ടില്ല, 20 എണ്ണം നിരച്ചിട്ടില്ല. പലരും കാണുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്ത് ശരീഫയ്ക്ക് പ്രത്യേകതയില്ലെന്ന് വിശ്വസിച്ചവരല്ല സഹാബികളോ. അവരത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യനാണ്. സഹാബികൾ മുഴുവനും സുന്നികളാണ്, സഹാബികൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാരും അത് ലോകത്ത് പ്രചരിപ്പിച്ചവരുമാണ്. അതുകൊണ്ട് അവർ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാരെങ്കിലും ഇത്ര നീളുള്ളൊരു മുടി പറഞ്ഞിക്കണോ? അത് നീളല്ലേ? അങ്ങനെ നീണ്ടേതെങ്കിലും ഒരു മുടി വേറെ കണ്ടിത്തരോ? അത് ജവാഹിറുൽ ബിഹാറിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാം. നിക്കിങ്ങളെ ഈ ജവാഹിറുൽ ബിഹാർ നോക്കാം, നമുക്ക് സംഭവിക്കലും നോക്കാം. എന്താ അഭിപ്രായം? നോക്കല്ലേ? ഇവിടെ കുറച്ച് തോന്നെ നോക്കാണ്ട്, നേരല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി എവിടം വരെ നീണ്ടു എന്ന് ഒരുപാട് ഹദീസുകൾ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ചെവിയോളം എന്ന റിവായത്തുണ്ട്, ചെവിക്കുന്നയോളം എന്ന റിവായത്തുണ്ട്, പെരടിയിൽ തട്ടുവോളം മങ്കിബ് വരെ എന്ന് റിവായത്തുണ്ട്. തിരിഞ്ഞില്ലേ? തിരിയുണ്ടല്ലോ? ഈ 3 റിവായത്തുണ്ട്. അതിലിവിടെ നമ്മളെ KSRTC സമസ്തക്കാരുടെ കളി കളിച്ചില്ല, ഓല നമ്മൾ മറക്കൂല. ഏത് KSRTC സമസ്ത ഐറ്റങ്ങളൊരു കളി കളിച്ചില്ല, മറ്റേ മൗലവി വന്നിട്ട്. അത് ഞങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കും, കാരണം അത്ര നക്കലാ മൂപ്പർ ഉന്നയിച്ച്. അത് മറക്കൂല, ഇൻഷാ അല്ലാഹ് പറയാം. ഈ 3 റിവായത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പറയും അതിലപ്പുറം ഒന്നാണ് പറഞ്ഞ കയ്യുമെന്ന് പനാണ് പറിച്ചരാം. അക്കൂട്ടത്തിൽ 40 ഉണ്ടല്ലോ, ഒരു വരട്ടെ ഏതെങ്കിലും ഒരു നിങ്ങളറിയാം ഞങ്ങളുടെ ഇടയിൽ ഐക്യുണ്ട്, നിങ്ങളുടെ പിന്നെ ഐക്യല്ല എന്താ ഉണ്ടാകാൻ? വലിയ കോള് പറയാണ് പൂനൂര് യോഗം കൂടിയിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ഐക്യരാജ്യമില്ല, ഞങ്ങൾ എല്ലാവരും ഐക്യത്തിലുണ്ട്. 40 മുഷാവറമാർ ഇരുത്താം. ഒരു കാര്യം ഉറപ്പാണ്, അതിൽ ഒരാളെടുത്തിയാൽ സയ്യിദാനോട് ഞാൻ പറയണില്ല, കേസെടുക്കേണ്ടി വരും പോലീസ്. കാരണം നഗ്നത പ്രദർശിപ്പിക്കൽ കുറ്റമാണ്. അത്ര ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. സാധാരണ ഇങ്ങോട്ട് ഇത് ബഹുമാനുണ്ട്, അതുകൊണ്ട് പറയാം. 40 ആൾ എന്തായാലും പറ്റൂല, 39 ആളെ നമുക്ക് നോക്കാം. നിങ്ങൾ 39 ആളോ ഐക്യത്തിലാണല്ലേ നമ്മൾ പറയണേ. നിങ്ങളുടെ അഭിപ്രായം ഇല്ലാതെ ഞങ്ങൾക്ക് എന്താ കാര്യപ്പേര്? നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായി ഞങ്ങൾക്ക് എന്താ ലാഭം? ഈ സമുദായം പിന്നെയും തല്ലോളണമെന്നല്ലാതെ. നിങ്ങൾ കണ്ടുകൊണ്ടത് AP പെൺമളാണ് തല്ലുണ്ടാക്കുമ്പോൾ മധ്യസ്ഥന്മാരായിട്ടെങ്കിലും ഞങ്ങൾ വരണ്ടേന്ന്. ഞങ്ങൾ അതൊന്നും അത് വല്ലാത്തൊരു വർത്താനായി പോയി. ഇത്രയൊക്കെ നിലം വിലയും കെടാൻ പറ്റുമോ? പോട്ടെ, ഒന്നങ്ങോട്ട് വരട്ടേന്ന്. അതിനപ്പുറം നീളമുള്ള ഒരു മുടിയില്ല. ഇനി കേട്ടോ, ഈ ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ട് ഖുതുബായ പണ്ഡിതൻ നമ്മുടെ മദ്ഹബിലെ തർജീഹിന്റെ മുജ്തഹിദായ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഈ പറയപ്പെട്ട ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ചെവിയിൽ തട്ടുപോളം എന്ന് പറഞ്ഞ സഹാബി അവിടുന്ന് ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്ക് വെട്ടിയ ഉടനെ കണ്ടവനാണ്.
ശരിക്കുള്ളിയോളം എന്ന് പറയുന്നവരോ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞിട്ട് കണ്ടയാളുകൾ അവിടുത്തെ ആ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഗഫല അനി തഖ്സീരി യദ്രിബു മൻബിഹി. അവിടുന്ന് അഥവാ തകട്ടീരെ വെട്ടാതിരുന്നാൽ പെരടിയിൽ തട്ടുവോളം മുടി നീടുന്നതാണ്. എന്താ ഇദാ ഗഫല അൻ ഷൈഇ എന്നതിന്റെ മറുപടി കൊല്ലണ്ടോ അവിടെ? ഇദാ ഗഫല അൻ ഷൈഇ എന്ന് പറഞ്ഞാൽ എന്താ കണക്ക്? മുഷാവറ മെമ്പർ 40 എണ്ണം വേണ്ട, ഒരാളൊന്ന് പറയും. അതിനപ്പുറം മുടി നീണ്ടിട്ടില്ല. അതാണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ശമാഇൽ ശരീഫിലാണ് വിശദീകരിച്ചു ഇമാമിങ്ങൾ. യഅനി യഖിഫു അലാ ദാലിക്കൽ ഹദ്ദി, അവിടെ നിൽക്കും മുടി. കമാ യഖിഫു ഫീ കുല്ലി ഹഖ്ഖി ഇൻസാനിൻ അലാ ഹദ്ദിൻ, എല്ലാ മനുഷ്യന്മാരും മുടി വെട്ടാതിരുന്നാൽ അതിന്റെ നീളലിനൊരു പരിധിയുണ്ട്. സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കുകളുടെ വളർച്ചയുടെ പരിധി പെരടിയിൽ തട്ടുപോളമാണെന്ന് മഹാന്മാരായ അയിമത്ത് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കട്ടെ, ഇനി എന്താ മറുപക്ഷത്തിന് പറയാനുള്ളത്? ഏതെങ്കിലും കടലാസിൽ ആരെങ്കിലൊക്കെ എഴുതിയും കൊണ്ടിരുമ്പോ നോക്കിക്കോ, അത് പറഞ്ഞ ഇമാം നബവിയാണ്. കൈസിലാകാൻ കൊടുങ്ങും. എന്താ പറയാ? കൈസിലാകാൻ കൊടുങ്ങും. മങ്കീബിന്റെ നീളത്രേ? മങ്കീബ് എന്ന് പറഞ്ഞെന്താ? വൽ മങ്കീബു ബി ഫതഹിൽ മീമി വ കസ്രിൽ കാഫി മജ്മഉ ഇളമിൽ അൽദി വൽ കത്ഫി. അത് മഹാന്മാരായ ഇമാമികൾ അതിൽ താരീഫ് പറഞ്ഞു. എങ്ങനെ? അളദിന്റെയും പെരടിയുടെയും കത്തുഫിന്റെയും എല്ലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിലേക്കാണ് എന്ത് പറയാ? മങ്കീബ് എന്ന് പറയാ. അത് സംസ്ഥാനക്കാർക്കുള്ള അങ്ങട്ടാകാറുമ്പോ ഈ മങ്കീബ് എന്താ തിരിയണ്ടേ? ഇന്നത്തെ അതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മഹാന്മാരായ മശായിഖന്മാരും ബഹുമാന്യരായ ഉസ്താദുമാരും പഠിപ്പിച്ചു തന്നതിന്റെ മാനദണ്ഡം പറയാണ്, ഞങ്ങൾക്ക് ഒരു സിറ്റി ഉണ്ടാക്കാൻ മന്ത്രിമാരുടെ കാല് പിടിച്ച് കരയേണ്ട ഗതികളില്ല. ഭൗതികമായിട്ട് എന്തെങ്കിലും 4 എണ്ണം കെട്ടിപ്പടുക്കണമൊക്കെ ആത്മീയ നേതൃത്വം എന്ന് പറയാനേ കുറച്ച് പണിയാ മക്കളെ. അമ്മാറത്ത് എന്താ, മലക്കൂത്തി എന്താ, നാസൂത്തി എന്താ തിരിയാത്ത എന്നോട് എന്ത് പറയാനാ? നാസൂത്തി പറഞ്ഞാൽ പോലൊരു മലക്കൂത്തി എന്നാലോ അത് കുറ്റടിയാണ്. മറ്റേ പ്രസംഗിക്കും. അതിന് തെക്കുബിലുള്ള ഉമ്മത്തുണ്ട്. നിങ്ങൾ തെക്കുബിലൊരു മൂല്യമില്ല. എന്താ കാരണം? ആ സനത് വായിച്ചപ്പോ ഈ മൂല്യന്മാരല്ലേ തെക്കുബിലല്ലേത്? അനൽവാദ സ്വഹീഹി ഫീ ഖിതാമി വ മുഖയ്യിദ് ഇസ്മി ഹുനാലിക ലി ബയാനിഹി വ ഇലാനി. ആ പാവ അറബി പറയുമ്പോ എനിക്ക് വായിക്കാൻ പോണേ സനത് ആ സാധ്യത എല്ലാം ചിന്തിക്കണ്ടേ? അത്രയെങ്കിലും ചിന്തിക്കാൻ മാത്രം തിരിയാതെ നിങ്ങളെ തെക്കുന്നുണ്ട് മൂല്യം. ചിന്തിക്ക്. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. ഒരിക്കലും അത് പറ്റൂല, അത് അംഗീകരിക്കപ്പെടാൻ പറ്റൂല. അതുകൊണ്ടതാ ഒരു കാര്യം തീർത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ശരി, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി, നിങ്ങളുടെ 40 മുഷാവറ മെമ്പർമാര് അടുത്ത 40 എണ്ണത്തിനെ പ്രസവിച്ചിട്ട് 80 എണ്ണം വന്നിരുന്നാലും ശരി, ഒരു കാര്യം ഞങ്ങൾ പറയാം. ഞങ്ങളുടെ കരളിന്റെ കഷണമായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുതരുന്നതല്ല. മുത്തുനബിയെ ഞങ്ങൾ വിട്ടുതരുന്നതല്ല. അവിടുത്തെ വികൃതമാക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുന്നതല്ല. അനുവദിക്കുന്ന പ്രശ്നമല്ല. വേറെന്ത് ഞങ്ങൾ സഹിക്കാം, വേറെന്ത് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മറിച്ച് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ വികൃതമായി അവതരിപ്പിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സമ്മേളനങ്ങൾ സൃഷ്ടിച്ചാലും പൊതുസഭകളെ ഹിമാലയങ്ങൾ സൃഷ്ടിച്ചാലും ചങ്കുറപ്പ് കൊണ്ടത് പൊട്ടിക്കാനുള്ള ആർജവം 85 കൊല്ലമായി സ്വാത്വികരായ ഞങ്ങളെ പണ്ഡിതന്മാർ നേടിയെടുത്തിട്ടുണ്ടെന്ന് പരമക്ഷത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. ആരെങ്കിലും ഞെട്ടികൾ ഞങ്ങൾ റസൂലുള്ളാഹി നിങ്ങൾക്ക് വിട്ടരെ 4 മീറ്ററുള്ള മുടി വിറ്റ് ചെയ്യാനോ അനുവദിക്കൂല.
ഒരിക്കലും അനുവദിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊടാൻ അനുവദിക്കില്ല. മറ്റൊന്നും ഞങ്ങൾ സഹിക്കാം. എന്താ നമ്മളെ പുതിയ മുദ്രാവാക്യം? ലാ റസൂലല്ലാഹ്. ബാക്കിയൊക്കെ വിട്ടുതരാം. എന്താ വിട്ടുതരാത്തത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുതരില്ല. എന്തായാലും വിട്ടുതരില്ല. ഈ തന്ത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ചരിത്രം ഒരു കാലത്ത് കൊണ്ടുവരും. ഒരുപക്ഷേ അന്ന് നമ്മളൊക്കെ മണ്ണായിട്ടുണ്ടാകും. ഇത് ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല, ഇത് ഭൗതിക സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല. അശ്റാവൻ സഭയിൽ മുത്തുനബിയുടെ ശഫാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഫാഅത്ത് പാപങ്ങളാകെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ഇത് സനദിൽ യാതൊരുവിധ സംശയമില്ല. റസൂലുള്ളാഹിനെ വിട്ടുകൊടുക്കണം. എത്രക്ക്? 3.5 മീറ്ററുള്ള മുടി വിറ്റ് കൊടുക്കാൻ. ഇതൊരു നീളാത്രേ. അങ്ങനെ നീളാണെ തരാൻ വേണ്ടി ഇപ്പൊ കതിരജ് ഇങ്ങോട്ട് വരണ്ടേയില്ലല്ലോ. ഉണ്ടോ? ഒരു മുളമ്മ ചിറ്റി അവിടെ തന്നാ മതിയല്ലോ. 1400 കൊല്ലം നീളല്ലേ. നീളൂലാന്നുള്ള പ്രത്യേകത കുട്ടികളെങ്കിലും മനസ്സിലാക്കണം. എന്താണ് പ്രത്യേകത? നിങ്ങൾ നീളുന്ന് പറഞ്ഞതിന് സംശയിക്കാൻ ഒന്നാമത്തെ കാരണം, ഇത് ഇന്റർനെറ്റ് യുഗല്ലേ. നിങ്ങൾ കയറിക്കോളി. എന്താണത്? മുടി നീളലുണ്ടോ ഇല്ലേ? വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ചില ആളുകൾ മരിച്ചാൽ അവരെ കോശങ്ങൾ മരിക്കൂല. ഇവിടെ ചില ആളുകൾ മരിച്ചാൽ കോശങ്ങൾ മരിക്കൂല. അങ്ങനത്തെ ആളുകളുടെ മുടി എന്താവും? മരണത്തിന് ശേഷം നീളും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ നീണ്ടിട്ടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞ മനസ്സിലായില്ലേ? തിരിയുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. എന്താ പറയാ? മുത്തുനബിയെ വിട്ടുതരില്ല. അത് ഉറപ്പാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ ഓരോരുത്തരെയും മുദ്രാവാക്യം. ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ആരാക്രമിക്കപ്പെടുന്നത്? പറയൂ, ആരാക്രമിക്കപ്പെടുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഇവിടെ വികൃതമാക്കി ചിത്രീകരിക്കപ്പെടുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഖണ്ഡിതമായി മുസ്ലിം യുവത പറയണം. എന്താ പറയാ? മുത്തുനബിയെ വിട്ടുതരില്ല, ആക്രമിക്കാൻ അനുവദിക്കില്ല, അവിടുത്തെ വികൃതമാക്കി ചിത്രീകരിക്കാൻ അനുവദിക്കില്ല. അത് ഏത് പണ്ഡിത വേഷധാരി വന്നാലും അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് തട്ടിത്തെറിപ്പിക്കാനുള്ള മനക്കരുത് നമ്മൾ ആർജിച്ചിട്ടുണ്ടെന്ന് അവരോട് പറയണം. അതിനുവേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറാണ്. എന്തും ഇല്ലാതായാലും ഞങ്ങൾക്ക് ഭയമില്ല. നല്ല കഥയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ പറയും. നടക്കണ കാര്യ അല്ല. പുതിയൊരു വാദം വന്നു. എന്താ? അത് നമ്മൾ പൊന്മളുടെ വാദം. ഇപ്പൊ പണ്ട് സനത് വായിച്ചൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? അത് പൊട്ടി. മൂപ്പറേന്റെ അടി കൂടി പറയുന്നു ഈമാനൂരെ പെണ്ണു നോക്കണം എന്നൊക്കെ. അയാളൊരു വയസ്സൊക്കെ മോനേരല്ലേ. അല്ലാഹു തആല നമുക്ക് വെള്ളമാണ് ഔദാര്യമായി ഈമാൻ തന്നിട്ടുണ്ട്. അല്ലാഹു തആല ഔദാര്യമായി നമുക്ക് ഇൽമ തന്നിട്ടുണ്ട്. ഇനി ദൂരിപ്പോന്ന് നോക്കണട്ടോ എന്ന് പുനർ മൂപ്പർ പേടിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏപ്പി ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ നോക്കി മൂപ്പരെ. അപ്പൊ മൂപ്പർ പറയാം, ആളുകൾ പിന്നെ ഒരുമിച്ച് കൂടുമ്പോ തൊക്കുകൊണ്ട് വസിയത്ത് ചെയ്യണ്ടേ. ഇത് പൂനൂർക്ക് പറയാനുള്ളതാണ്. തിരിയുണ്ടല്ലോ നിങ്ങൾക്ക്. പിന്നീട് സംഭവിച്ചൊരു കാര്യമാണ് പിന്നെ നടക്കാൻ പോകുന്നത്. എന്താ? ആസാറുകൾക്ക് സനത് കൊണ്ടല്ലോ. ഈ പുതിയ ഫത്വ സനത് പിൻവലിച്ചിട്ടോ തിരിഞ്ഞില്ലേ? അത് പൊട്ടി 8 നിലയിലും പൊട്ടി, ഏറ്റും പൊട്ടി. ഇനി ഇത് നിർത്തിയില്ലെങ്കിൽ ഇനിയും കുടുങ്ങും. അപ്പൊ പുതിയ വാദമായിട്ട് വരുന്നുണ്ട്. അതുകൂടി വന്ന സമൂഹത്തിൽ ഇനിയും ഒറ്റപ്പെടും. എന്താ? ഇയാളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണേ ഈമാളുടെ ഇതിൽ കഴിച്ചിലാകാനാണ്. ഒരു കാരണം അയാൾ തന്നെ ഉണ്ടാക്കണല്ലോ. തിരിഞ്ഞില്ലേ? അപ്പൊ പുതിയ ഫത്വ വന്നു. ഇതാ തബഖാത്തു ഷാഫിയത്തുൽ കുബ്ര എന്ന കിതാബിൽ നമ്മളെ പറയാണ്. ഒരുപാട് ആലിമീങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓരെ പറ്റി പറയുന്നോടത്തൊക്കെ എന്ത് പറയും? എന്തഹു ഷാറത്തുൻ എന്ന് പറയും. എന്നാ കാട്ടിത്തരി എത്രമാത്രം ഉണ്ട് നോക്കാം നമുക്ക് ഒന്ന്. പിന്നെതാ വരുന്ന അടുത്തൊരു ഫത്വ. അതേതാ? ഫതാവൽ കുബ്ര. ഹഫ്ദ് ബിൻ ഹജർ തങ്ങളെ മദ്ഹബ് ഇങ്ങോട്ട് പറഞ്ഞു. പൊന്മാള. എന്നിട്ട് പറഞ്ഞു, മഹാനവറുകളോടൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങളെ നാട്ടില് അത് ചെറിയ പറയുന്നത് കാര്യമായിട്ട് ഞങ്ങളെ നാട്ടിൽ കാര്യമായിട്ടൊരു സംഭവമുണ്ട്. ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്. ഒരാളെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷായർ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അലാമഖീല എന്താ പറയുക? അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അലാമഖീല. സനദുല്ല, ദലീലുല്ല, പരിശോധിച്ചിട്ടില്ല. ഇതിങ്ങനെ ആളുകളെ പ്രദർശിപ്പിക്കലുണ്ട്.
അപ്പൊ അയാൾക്ക് ഓരെ കുറച്ച് ഹദിയൊക്കെ കൊടുക്കലുണ്ട്. ഇത് എങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത്? ഇതാ ചോദ്യത്തിന്റെ ഉള്ളടക്കം. എന്നിട്ട് അലാമാക്കീലന്റെ സനദും കൊണ്ടുവരിക. അതിനിവിടെ അലാമാക്കീലന്റെ മുടിയോടോ ഇവിടെ വന്നൊക്കെ സ്ഥാനത്തുള്ള മുടിയല്ലേ? ഇവിടെ വന്നൊക്കെ സ്ഥാനത്തുള്ള മുടിയല്ലേ? അതിനെങ്ങനെയാ അലാമാക്കീല തെളിവാകാ? ഓടിയോ? മനസ്സിലായോ? സനത് നിർമ്മിച്ചാൽ തന്നെ അതിന്റെ വിധി എന്താ? സനത് നിർമ്മിച്ചത് എന്തിനാ? പിന്നെ ഒരു അലാമാക്കീലേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ ഒരു മുടിയുണ്ട്, ഇങ്ങനെ ഒരു മുടിയുണ്ട്. അതെ, കുടി ചെന്നിട്ടേ കെട്ടികളോടും കുട്ടികളോടും പറഞ്ഞാൽ മതി. നമ്മളോട് പറയുമ്പോ വളരെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞോളണം. അത് ആസാറാണെന്ന് സ്ഥിരപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷരീഫയുടെ ഭാഗമാണെന്ന് സ്ഥിരപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ചാണ് ആ സനദ് വേണോ വേണ്ടയോ എന്ന് ചർച്ചയുള്ളത്. ഇതേതാ പോലെ വിഷയം? ഇത് ആസിറാന്നിജാന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞതല്ലാതെ മുസ്ലിം ഉമ്മത്ത് സമ്മതിച്ചോ? ആരെ സംബന്ധിച്ച അസുറാണ് സംബന്ധിച്ച പിന്നെ ചർച്ച ഉണ്ട്. അതിനാദ്യം കത്തിച്ചു നോക്കണം. അത് ടി ക്യാംസറിന്റെ അതിന് കത്തിയ സ്വപ്നങ്ങളൊന്നായിട്ട് ഇനി അതിനുണ്ടോ നോക്കണം. അത് കുറച്ച് കേസാണ്. അത് പരീക്ഷിക്കാൻ പാടില്ല. എറുമ്പരിക്കോ നോക്കണം. ആദരവിനെതിരാണ്. ഇത് അസുർ. ഇതാണോ അസുർ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്ത് ശരീഫ കത്തൂല. അതിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞതാ. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വിശദമായൊരു കാര്യം പറയാം. എങ്ങനെ? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഒരു കാര്യം പറയുന്നുണ്ട്. മഹാനവറുകള് കിതാബുൽ ഹജ്ജിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരിൽ രണ്ടാമനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിനെ തവാഫ് ചെയ്ത് ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് നല്ലവണ്ണം അറിയാം നീ ഒരു കല്ലാണ്, നീ ഉപകാരവും ഉപദ്രവവും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ അന്നീ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ യുഖബ്ബിലുകി നിന്നെ ചുംബിക്കുന്നതായി കല്ലേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുകി ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ലക്ഷണമൊത്തതായ ഒരു മനുഷ്യന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊന്നിനെ ബഹുമാനിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊന്നിനെ ആദരിച്ചോ, ആ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ തബഖാത്തുൽ കുബറയിൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. തബഖാത്തുൽ കുബറയിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പറയുന്നുണ്ട്. അഖ്ബർനാ അബ്ദുൽ വഹാബ് ഇബ്നു അതാ എന്ന് തുടങ്ങുന്ന സനദിൽ കാനന്നാസു യഅ്തൂന അശ്ശജറ അല്ലതി യുഖാലു ലഹാ ശജറത്തുൽ റിദ്വാൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു. ആ മരത്തിനെ സംബന്ധിച്ച് ശജറത്തുൽ റിദ്വാൻ എന്നാണ് പേര് പറയപ്പെട്ടിരുന്നത്. ശ്രദ്ധിച്ചോ? മറുപക്ഷത്തുള്ള ആലിമീങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ഒരു മരത്തിന്റെ അടുത്തേക്ക് ജനങ്ങൾ പോകാറുണ്ടായിരുന്നു. ആ മരത്തിന്റെ പേര് ശജറത്തുൽ റിദ്വാൻ എന്നാണ്. ഫബലഗ ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ വിഷയം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അവിടുത്തെ വിവരം കിട്ടി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾക്ക് ആ മരം ഏതാണെന്ന് പറയാനറിയില്ല. ഞങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. ഞങ്ങൾക്കാർക്കും ആ മരത്തെക്കുറിച്ചറിയില്ല. ഏത് മരമെന്നറിയുമോ? ബൈഅത്തുൽ റിദ്വാൻ നിർവഹിച്ചപ്പോൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് തഹത്ത ശജറ. നബിയെ അങ്ങയോടവർ ബൈഅത്ത് ചെയ്യുമ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അങ്ങയോടവർ ബൈഅത്ത് ചെയ്തപ്പോൾ അവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്തത് എന്ന് പറയപ്പെട്ട ബൈഅത്തുൽ റിദ്വാൻ നടന്ന മരമാണെന്ന് വാദിച്ചുകൊണ്ട് ചില ആളുകൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിസ്കാരം തുടങ്ങി. ഈ വിവരം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നിബിതങ്ങളുടെ സഹാബത്താണ്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്, ഞങ്ങൾക്കാർക്കും ആ മരം ഇതാണെന്ന് ഉറപ്പില്ല, ആ മരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഫതവഅദഹും വഅമറ ബിഖത്ഇഹാ. ഉമർ റളിയല്ലാഹു അൻഹു അവരെ താക്കീത് ചെയ്തു, അത് മുറിച്ചു കളയാൻ വേണ്ടി കൽപ്പിക്കുകയും ആ മരം മുറിച്ചു കളയുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി? പറഞ്ഞോളി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ കാലത്ത് ഇതല്ല പേടിച്ചണേ ആയാലോ നിങ്ങൾ പറയും. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ചില ആളുകൾ ഒരു മരത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കരിക്കും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഈ മരത്തിന്റെ പ്രത്യേകത? ഇവിടെയല്ലേ ബൈഅത്തുൽ റിദ്വാൻ നടന്നത്? ചില ആളുകൾ അതെന്താ ഉറപ്പ്? ഞങ്ങൾ ആ കാലഘട്ടക്കാരാണ്, ഞങ്ങൾക്കത് അറിയില്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച സ്ഥലമാണെന്നറിയാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരം മുറിച്ചു കളയാൻ പറഞ്ഞു. കാരണം ചേർക്കപ്പെടുന്ന ശരീരം അതാണ് കേട്ടോ, അവർക്കുള്ളത് കാണ്ഡവിരത്തിന്റെ ഈമാനല്ല. അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്. മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് ചെയ്തതാണെന്ന് ഉറപ്പില്ലാത്തതിനാൽ മുറിച്ചു കളഞ്ഞു. ഈ സംഭവം ഇമാം ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിലും പറയുന്നുണ്ട്. വളരെ സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട് വളരെ വിശാലമായിട്ട്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുമ്പോ അത് ഉറപ്പ് വേണം. ഈ ഉറപ്പ് പൂനൂരോ അതീതോദികളിന്റെ പയ ഉസ്താദ് നിങ്ങൾ കേട്ടോ അല്ലേ? അള്ളിമു ശആയിറല്ലാഹ് വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഏതാ മുടി? ഈ മുടി ജാലിയാവാലിന്റെ മുടിനെ കൊണ്ടുപോയിട്ട് മൂപ്പർ ഓതാണ് വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇയാൾക്ക് എന്താ പറ്റി? സുബ്ഹാന ജല്ല വഅല. എന്തിനാണ് ശായിറുള്ളയിലേക്ക് ചേർത്തത്? നിങ്ങളുടെ നാവിനൊന്നും ഒരു സൂക്ഷ്മതയില്ലേ? എങ്ങനെയാണ് ഇയാൾക്ക് ഇത്തിബാഅ് ചെയ്യുക? മറുപക്ഷത്തുള്ള ആളുകൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു കാര്യത്തെ തെളിവില്ലാതെ ചേർത്തപ്പോ അതിലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരങ്ങളെ മുറിച്ചു കളയാൻ പറഞ്ഞു. നിങ്ങളുടേതാണെങ്കിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണ്. നിങ്ങൾ കണ്ടല്ലോ ആ ചുംബിച്ച ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? എനിക്കിതേ അറിയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുകയാണ്. ബഹുമാനമുള്ള മുഴുവൻ തുകയും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനിച്ചിട്ടുണ്ട്. സ്വന്തം ആ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ജീവിച്ച ആയിരത്താണ്ടിൽ ജീവിച്ച അമ്പിയാക്കന്മാരെ ചുംബിച്ചതാണെന്നല്ല ഉമർ റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്. എന്റെ ഹബീബ് ബഹുമാനിച്ചതാണ്, അതിനെ ബഹുമാനിക്കുക തന്നെ വേണമെന്നതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ സ്വലാഹിലായി പറഞ്ഞത്. അത്രയും തീവ്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കാൻ അനുസരിച്ച മുസ്ലിം ലോകത്തിന്റെ നേതാവായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യം അതാണ്. സമസ്തം എന്താ പറയണ്ടേ? സമസ്തന്റെ പേരെന്താണോ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാരല്ലേ നമ്മള് അല്ലേ? ജമാഅത്തിന്റെ ഡെഫിനിഷൻ പറയും. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞുതരാം. ജമാഅത്തിന്റെ ഡെഫിനിഷൻ പറയും. വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തി അർബഅത്തിൽ ഖുലഫാഇർ റാഷിദീൻ മദീന. അതിലെ താരീഫ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബത്തെ അഭിപ്രായ പ്രകാരം നടപ്പിലാക്കിയ ഒന്നാണ് ജമാഅത്ത്. ഞങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. ഒറ്റ കാര്യങ്ങളോട് പറയാൻ ഞങ്ങളോട് ഉപദേശിക്കാനല്ലോ പറ്റുള്ളൂ, ഞങ്ങളല്ലല്ലോ. പിന്നെ ഞങ്ങളത് വാങ്ങി ചൂടാൻ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ പണി എന്താ? എപ്പിന്റെ എത്ര മൂപ്പർക്കാൻ അറിയില്ല, 2, 3, 4, 5
പിന്നെ നമ്മളെ ആലുവ പോയിന്റ് അക്കറുണ്ട്, അയാളുടേതായ മൂപ്പർക്കും അറിയില്ല. മൂപ്പർ വലിയ ബളവനോട്ടോ, അല്ലെങ്കിൽ ബളവുണ്ട് മൂപ്പറാണ്. ഞാൻ അങ്ങനെ മതിയം തിരിക്കേ, അപ്പൊ ഒരാളൊന്നും അതിനെ സുൽത്താൻ ഇതെന്താ ഇത് മുടിയാ ജനങ്ങളെ മുടി. പിന്നെ അയാൾ പോവുകയും ചെയ്തു. ഈ സ്ഥലം കിട്ടോ ഈ അലാമാക്കയിലോ പറയാൻ കുറച്ച് യോഗ്യം മൂപ്പരാണ്. എന്താ അഭിപ്രായം അല്ലേ? പൊന്മളപ്പ പറഞ്ഞ ആർക്കേ തെരിയിലാവുള്ളൂ, ആർക്കാവുള്ളൂ പറഞ്ഞോളി, ആലുവക്കാർക്കേ പറ്റുള്ളൂ. അലാമാക്കയില നിങ്ങൾ അലാമത്താലൻക്കാണ്. ഞാൻ പറഞ്ഞ കലാമു ദോഷായത് കൊണ്ട് ചിലപ്പോ അങ്ങനെ ഒരു ഇബാറത്തിടലുണ്ട്. ഖായിലിന്റെ കലാമു ദോഷാവുകയോ അതില്ലത്ത് ലൈഫാവുകയോ ചെയ്യുമ്പോൾ കാല എന്നതിന് പകരം കീല എന്ന് പറയലുണ്ട്. നിങ്ങളെ പക്ഷത്തുള്ള കീലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറയണേ ഈ അലാമക്കാലെ മൂപ്പർക്ക് പറ്റുമല്ലോ. എന്തായാലും മൂപ്പർക്ക് പോയിട്ട് അതും വാങ്ങി നശിപ്പിക്കണം. പിന്നെ ജിഷാൻ പറഞ്ഞ ഒരു 18 കിട്ടിയിരിക്കുന്ന സുബ്ഹാനല്ലാഹ്. ഈ ഇക്ബാൽ മുഹമ്മദ് ജാലിയവാല ചിലപ്പോ എയർ ഇന്ത്യ എക്സ്പ്രസിൽ എത്ര ഈ കെട്ട കയറ്റി വിടാൻ നമുക്കിട്ട് അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഒരു പരീക്ഷണം കൊണ്ടും തെളിയിക്കാത്ത, തീ കത്തിച്ച് നോക്കാത്ത, കത്തിച്ചപ്പോ കത്തിയ നിഴലുള്ള ഉറുമ്പരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയോന്ന് നമുക്കും കിട്ടിയാന്ന് നമുക്ക് കിട്ടിയല്ലോ അല്ലേ? ഞാൻ എന്താ തിരിച്ചു കൊടുക്കുന്നൊക്കെ സത്താറ പറയണ്ടേ? ഞാൻ പറയില്ല. കാരണം പെരുന്നാളൊക്കെ ഓരോന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുക്കണം, കത്തുന്നു. പിന്നെ അപ്പൊ തിരിച്ചു കൊടുക്കാൻ മുടി ഉണ്ടാവോ? പിന്നെ എവിടുന്നേ കിട്ടിയെന്നതാ അവിടുന്നെങ്കിലും മൂടിയിൽ ഇട്ട പോലെ കിട്ടില്ല. അത് തിരിച്ചു കൊടുത്ത് നോക്കുമ്പോ ഒരു അടയാളം കൂടി ഇല്ലാത്ത ആളാണ് ആരെ? ഈ ഇക്ബാൽ മുഹമ്മദ് ജാലിയവാലിന്റെ മുടി. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയണേ? മനസ്സിലായില്ലേ? ഇതിനെന്താ മൊയ്ലിയമാരെ നിർവാഹം? നിങ്ങൾ പറയും, നിങ്ങൾ മുത്താലിമീങ്ങളോട് നിങ്ങൾ പറഞ്ഞെടുക്കണം. മറ്റയാൾ പറയാണ്, എന്റെ ഉമ്മ മരിച്ചപ്പോ ഞാൻ ആ വെള്ളം കൊടുത്തത് പാവേ. അയാളിത് ആദ്യം വിശ്വസിച്ചു. അയാൾ മഹാവളവനാണ്. ആദ്യം മൂപ്പർ വിശ്വസിച്ചു. അന്നത്തെ കാര്യം ഇക്കാറ്റായിട്ട് മൂപ്പർ തടിയിട്ടുള്ളത് പൂനൂരിന്, അല്ലെങ്കിൽ എല്ലാണ്ട് പോകും. പൂനൂരാണ് ഏറ്റവും രണ്ടിനും തീരുമാനിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. തടഞ്ഞു വെച്ചപ്പോ മൂപ്പര് മൂപ്പർ ഫഖീഹാണല്ലോ, മൂപ്പരെ ഫിഖ് വേഗം തെളിയും. മൂപ്പർ പറഞ്ഞു ദറൂറത്തുകൊണ്ട് പറഞ്ഞാന്ന് മൂപ്പർ ശിഷ്യന്മാരോട് പറയുന്നുണ്ടാവും, തടി കിട്ടാൻ പറഞ്ഞാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പൂർത്തിയായില്ല, ഏറ്റു നീച്ചിട്ട് വിശദീകരിച്ചു. സാധാരണ ഷെയ്ഖിന് മുരീദാണെന്നാണ് ഷറഹുണ്ട്. ഇവിടെ മുരീദ് ഷെയ്ഖിനെ ഷറഹ്, ഷെയ്ഖ് മുരീദിനെ ഷെയ്ഖാണ് എന്ത് ചെയ്യുന്നത്? ഷറഹ് ചെയ്യേണ്ടത്. ഉസ്താദ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നാ പൊന്മള പറയണ്ടേ അല്ലെ? നേരെ മറിച്ച് പൊന്മള പറഞ്ഞിട്ട് മുറി കൂടിയില്ല, അപ്പൊ ഏറ്റു വെച്ചിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞതിന്റെ ഉദ്ദേശം പാറോസ്താദ് ഉദ്ദേശം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ വെള്ളം കുടിച്ചിങ്ങനെ മനസ്സിലാക്കി. അപ്പൊ എന്തെങ്കിലും ഒരു അവ്യക്തത അയാളെ കലാമിൽ വന്നോന്ന് ആര് സംശയിച്ചു? കാന്തപുരം സംശയിച്ചപ്പോ മൂപ്പർ ഒന്നും കൂടി വിശദീകരിച്ചു. ഏതായാലും മൂപ്പരമ്മാന്റെ ഗതികേടാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മരിച്ചാൻ നേരത്തെ ഇങ്ങനെ ഒരു മോചേരുണ്ടായിട്ട് ഏതോ ഒരു പെണ്ണത്തിന്റെ മുടി മുക്കിയ വെള്ളം കുടിച്ചിട്ട് വന്നല്ലോ. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്നെ കണ്ട് ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇതിലെത്ര നല്ല നിങ്ങൾ സ്വന്തം അല്ലേ? ഉമ്മാനെ വിട്ട ഈ പരീക്ഷണവും അങ്ങനെ കുറെ സർക്കിളുണ്ട്. ഉമ്മ സക്രദാസ് അങ്ങനെ വെച്ച വാപ്പയുടെ വാപ്പ ഏതായാലും തെരഞ്ഞ് വലിച്ച തേയില ഇതാണ് കുടിച്ചോടിയാണ്. ഒരു കുപ്പി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം, മൂക്കാണ് പൊത്തിയിട്ടേ മരിച്ച നേരത്തെ സ്വർഗത്തിൽ കോടലവിടെ പോകാൻ വേണ്ടിയിട്ട്. ഈ സമുദായത്തിന് ഇങ്ങനെ വഞ്ചിച്ചില്ല നിങ്ങൾ. എന്ത് ദലീലല്ല? നിങ്ങളൊക്കെ എന്താ ഓതി? നിങ്ങളൊക്കെ എന്താ പറയണേ? നിങ്ങൾ പഠിച്ച ആയാലും നിങ്ങളെ ജീവിതത്തിൽ പകർത്തണ്ടേ? ഏതെങ്കിലും ഒരാൾ പറയുമ്പോഴേക്കാണ് വിശ്വസിക്കല? എന്താ അതിന്റെ മസല? അത് ഞങ്ങൾക്ക് അറിയില്ല, ഉസ്താദ് പറഞ്ഞാണ്. അങ്ങനെ പറ്റോ? കഫാബിൽ മർഇ കദിൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. അഷ്റഫുൽ ഖൽഖുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഹദീസാണത്. മനുഷ്യൻ കാദിബിന് പറയാൻ കാരണം കേൾത് മുഴുവൻ പറയലാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പെന്താ കാര്യമായിട്ട് പ്രചരിക്കണം? എന്താ നമ്മള് ലീഗിനെതിരാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ? നമ്മളെതിരാണോ അല്ലേന്ന് വരല്ല? ആരാ? നമ്മളല്ലേ? അതോ അയാളാ? നമ്മളെതിരാണ്. ഇതാര്? മൂപ്പര്. വല്ലാത്തൊരു കഥയിൽ പോയിട്ടോ. നമ്മളെതിരാണോ അനുകൂലാണോ പറയാനേപ്പിയ എന്ന് ഈ എ പി ലീഗരനായി. ഇത് മഞ്ചേരിയല്ല, നിങ്ങൾക്ക് ഓർമ്മല്ലേ പഴയ കാലം അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ? ഇവിടെ മത്സരിച്ചപ്പോ 10 പേറ്റി മോലിട്ടികളെന്ന് ഓർമ്മ നിങ്ങൾക്ക്? എന്നിട്ട് 30 പോയിട്ട് മഞ്ചേരിക്കാർ ശരിക്കും മനസ്സിലാക്കണം. ഇത് മഞ്ചേരിയല്ല, നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇയാളെന്ന് ലീഗാവോ? അല്ല, ആകട്ടോ ലീഗാരും വേണം എന്റെ അഭിപ്രായം. ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാകണം. നിങ്ങളോ
ഇത് നമുക്ക് ഒറ്റക്ക് ഭരിക്കമാണ് AP വന്നോട്ടെ. അത് നമ്മൾക്ക് പ്രശ്നമില്ല. ഇയാളെ വിചാരപ്പെന്താ മൂപ്പ് ലീഗിൽ വരുന്നില്ല, നമുക്ക് ഭയങ്കര ദേഷ്യം. ലീഗ് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അല്ലേ നമ്മളാ. പക്ഷെ ഇതിൽ സെക്രട്ടറി ഇതിൽ കിട്ടുന്ന കുറച്ച് പണിയാണ്. ഇതില് സമസ്തയിൽ അത് മാത്രം ചിന്തിക്കണ്ട, അത് മാത്രം സ്നേഹം കണ്ട. ബാക്കിയുള്ളവർക്കൊക്കെ ഈ പൊന്മളി ഇയാൾ തെറ്റി പറഞ്ഞപ്പോഴേ എനിക്കൊരു കഥയെ ഓർമ്മ വരുന്നത്. പണ്ടൊരു പുതിയാപ്പ് പൂജണ്ടും തമ്മിൽ തെറ്റി പഴയ കാലത്ത്. അന്ന് കാറൊന്നുമില്ല, ചൂട്ടും കത്തിനൊക്കെ പുതിയാപ്പിള പൂജണ്ടിനെ കുറെ നടക്കണം. നടന്ന് രണ്ടാളും കുഴങ്ങി, ടോർച്ചില്ലല്ലോ. കുഴങ്ങിയപ്പോ ഒരു മരം കണ്ടു. മരത്തിന്റെ വെറുത്തിന് പടിഞ്ഞാട്ട് ചാരി പുതിയാപ്പിളയും കേക്കോട്ട് ചാരി പെണ്ണുങ്ങൾ ഇരുന്ന് അടുത്തടുത്തിരിക്കൂല. തെറ്റല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ പുതിയാപ്പിള ഒരു ചോദ്യം, അല്ല ഞാൻ പുതിയണ്ടിന്റെ ഒരു ചോദ്യം, ഇന്ന തൊലാക്കില്ലേ നിങ്ങളെന്താ കാട്ടുക? ഞാൻ വേറെ കൊണ്ടിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഞാൻ എന്നെയും കെട്ടിച്ചു. പിന്നെ 5 മിനിറ്റ് നിശബ്ദതയാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചു, അല്ല ഇന്നായിപ്പോ ഞാനൊന്ന് കെട്ടുമാണം, അന്നാണെ കെട്ടിച്ചു വേണം, എന്നാ പിന്നെ അമ്മക്ക് ഉണ്ടാക്കുന്ന അകല്ലേ. ഇതാണ് ഏപ്പിന്റെയും പൊന്മലന്റെയും തെറ്റ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയുള്ളത് കഥ. കുറച്ചു കാലം കഴിയുമ്പോൾ മൂപ്പരിങ്ങനെ പറയും, അത് പറ്റില്ല, ഇങ്ങോട്ട് പറ്റില്ല, നേരിട്ട് പറയോ അറിയില്ല. പിന്നെ മൂപ്പര് പറഞ്ഞു, ഞാൻ എന്റെ അമ്മ കൊടുത്ത വെള്ളം അതാണ്. ഇത് ഈ ചവിട്ട് നാടകത്തിന്റെ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓൽ നിർത്തണം നമ്മൾ പറയണില്ല. നിർത്തണല്ലോ, ഓലിത് ആവർത്തിക്കണം, പൂർണ്ണമായിട്ട് ആവർത്തിക്കണം. എന്താ അഭിപ്രായം? ഞാൻ പ്രസംഗിച്ചാൽ ആകെ 10 ആളെ കിട്ടെങ്കിൽ AP പ്രസംഗം തുടങ്ങിയ 100 ആളെ കിട്ടും. കഴിഞ്ഞിടത്തോളം കഥ അതാണ്. ഓരോ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറയണം. ആദ്യം സനത് പറഞ്ഞു, പൊട്ടി, നിർമ്മിച്ചു, പൊട്ടി, അലാമക്കയില പറഞ്ഞു, പൊട്ടിക്കൊണ്ടുപോണു. ഇനി അവസാനത്തെ ഒരു പൊട്ടും കൂടി പൊട്ടാണ്ട് അന്ന് കാന്തപുരം ഗ്രൂപ്പ് ഹബാമൻസൂറാവും. ആ ഒരു സമയം കാത്തിരിക്കണം. കളവ് പറയാറുള്ള ഭയങ്കരല്ലേ. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാണ്. പൂനൂര് പ്രസംഗത്തിൽ കാര്യമായിട്ട് പറഞ്ഞെന്താറോ, മഞ്ചേരി നിങ്ങളെല്ലാരും കൂടി ഒരാളെ തട്ടിക്കൊന്നത്രേ. മഞ്ചേരിയിൽ നിങ്ങളെല്ലാരോടും കൂടിയിട്ട് ഒരു മനുഷ്യനെ ചാവിട്ടി കൊന്നു ക്രൂരത കാട്ടിന്നാ പറയണേ. ആര് പറയണേ? മൂപ്പര് സ്വപ്നം കണ്ടിണ്ടാവുന്ന്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെ വന്ന്? അയാൾ ഹൃദയാഘാതമുള്ള ആളേനു. അയാൾ ആ തിക്കിലും തിരക്കിലും ബഹളത്തിലും പെട്ടു മരിച്ചു. അപ്പൊ ഈ സോക്കടുള്ള ആള് കുടി കിടന്നാ പോരെ? അയാൾ ഈ ഒറ്റമൂലിനോട്ട് വരാൻ പോണോ? ഹൃദയാഘാതമുള്ള ഒരാൾ തെങ്ങുമ്പോ കയറി കുടിച്ചരിച്ച് കയറി അവന് അറ്റാക്കായി വെച്ച തെങ്ങിന്റെ വില കേസെടുക്കല. ഇത് സോക്കറുള്ള ആളൊരു കുടിയിരിക്കല്ലേ വേണ്ടി. എന്നിട്ട് അതിന്റെ പേര് നാട് മുഴുവൻ തച്ചു കൊന്നു എന്നൊരു പ്രസംഗിക്കായി ചെയ്തു. നിങ്ങൾ ആലോചിച്ചു, അയാൾ ആ പാവ മനുഷ്യനോട് അല്ലാഹു പൊറുക്കട്ടെ. നമുക്ക് അയാളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഈ പ്രസംഗിക്കാൻ നമ്മൾ പറയണേ. അങ്ങനെ ഒരു സംഘർഷത്തില് ഇത് കേട്ടിട്ട് എന്താ മനസ്സിലാക്കാറോ? ആൾക്കാരൊക്കെ അങ്ങനെ നോക്കൂ. SKSF കാണുമ്പോഴേ കയ്യിൽ വല്ല ബോംബുണ്ടോ എന്താ പ്രസംഗാർത്ഥി. ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് മാന്യന്മാരാകാൻ നോക്കുക. പിന്നെ ഇപ്പൊ പറയാനുള്ളത് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നിട്ട് മൂപ്പരം എല്ലാം പ്രകീർത്തിച്ചിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എന്താ പറയണ്ടേ? ഇയാൾ കള്ളനാണോ? അത് പറയാൻ നിങ്ങൾ ആളെ കൊണ്ടുപോകും. രാഷ്ട്രീയക്കാരും നിങ്ങൾക്ക് ഈ രാഷ്ട്രീയം അറിയില്ല കുട്ടികളെ. അത് നിങ്ങൾ നമ്മോട് ചോദിച്ചു പഠിച്ചോളി. കുറച്ച് MSFകാരൊക്കെ അവിടെ ഉണ്ടാവും ഇതിനിടയിൽ കൂടി ഇങ്ങനെ നിൽക്കുന്നത്. അറ്റുങ്ങൾ ചോദിച്ചൊക്കെ എങ്ങനെയാ രാഷ്ട്രീയം അത് പറഞ്ഞേക്കാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരാണ് പ്രകീർത്തിക്കേണ്ടത്. നമ്മളൊരു ചെറിയ കരിക്കും ചായയും കൊടുത്ത് ഇവിടെ ഇരുത്താണ് പറയും, ബഹുമാനപ്പെട്ട വാപ്പുസ്താദ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റേ വലിയ മഹാനാണെന്നൊക്കെ പറയും. അത് പറയാനാണ് അവളെ കൊണ്ടുവരുന്നത്. പോലെ പരിപാടി അതന്നെയാണ്. അടുത്ത പ്രസംഗം നിങ്ങൾ പോയിക്കൊള്ളുണ്ടു. മൂപ്പര് വേറെ ആളേക്കും അടുത്തടുത്ത് വേറെ ആളേക്കും. പക്ഷെ നമുക്കൊരു പേടിയുണ്ട് ഉണ്ടാവും. മൂപ്പര് പറഞ്ഞു ഞങ്ങൾക്ക് നോളജ് സിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഉസ്താദ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഉസ്താദ് തറക്കല്ലിട്ട് എന്നാ പറയുന്നത്. ഉസ്താദ് ഇട്ട തറക്കല്ല് എന്നാണെങ്കിലേ കുറച്ച് തോനെ എണ്ണേണ്ടി വരും. മുഖ്യമന്ത്രി തറക്കല്ലിട്ട് നോളജ് സിറ്റി പോട്ടെ, പ്രധാനമന്ത്രി തറക്കല്ലിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. ആ പ്രധാനമന്ത്രി ഈ കാലം കഴിഞ്ഞിട്ട് കാലം ഒരുപാടായി. നിങ്ങൾ എന്തെയും മനസ്സിലാക്കി? ഏപ്രിൽ എനിക്കറിയുമ്പോൾ നിങ്ങൾക്കറിയോ? മുഖ്യമന്ത്രി പറഞ്ഞ് നമുക്ക് നേരല്ല, റോട്ടുമേലെ കൊയ്യടക്കാൻ നേരല്ല, അയാൾക്ക് കഴിഞ്ഞപ്പോ നോളജ് സിറ്റി ഉണ്ടാക്കാനാണ് നേരം. അപ്പൊ പറയും ഇയാൾ നാളെ ക്ലിപ്പ് എടുത്തോണ്ടിട്ടോ ഞാൻ കോൺഗ്രസിനെതിരാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസിനെതിരാണ് എനിക്കൊരളിക്കും വരാനുമില്ല. പ്രചരിപ്പിക്കുക അവർ രാഷ്ട്രീയക്കാർക്കെതിരാണെന്ന്. ഉഹ്റവിയ ആലിം എന്താരോ ശരിയാണെങ്കിൽ ശരിയും പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും. ഞങ്ങളെ ഈ ഉസ്താദന്മാർ മഹാദരന്മാർ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അവരൊരു ഭൗതിക താല്പര്യമുള്ള ആളുകളല്ല.
അവർക്ക് ഏത് മന്ത്രിയുടെ മുഖത്ത് നോക്കി തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയാൻ ആർജവം എന്താ അറിയോ? എന്താ ഇവരെ പേരിലൊന്നും CBIന്റെ കേസില്ല. മറ്റേ വർക്കും നിങ്ങൾ തന്നെ വല്ലാതെ അളക്കണ്ട. ആ പഴയ കേസിന്റെ പൊടി ഇവിടെ ഉണ്ട് അറിയാം, തിരുവഞ്ചൂര് തിരിണില്ലേ. പിന്നെപ്പോ നമ്മളെ വൈദ്യുതി മന്ത്രിയാണ്, അയാളെ കഥ പറയാൻ. മൂപ്പർക്ക് KSRTC നോക്കാൻ നേരമില്ല, മൂപ്പർക്ക് നോളജ് സിറ്റി നോക്കാനാ നേരം. അതിന് ടയറും ഇല്ല, അതിലടിച്ച എണ്ണയില്ല, അതിന്റെ ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല, ഇങ്ങനെ നടക്കുകയാണ്. മൂപ്പർക്ക് ഇപ്പൊ തിരക്കെന്താരോ നോളജ് സിറ്റി എവിടെയാണ്, മുസ്ലിം സംഘടനകൾ എവിടെയാണ് കേസിന് പോണത്. ഇൻഷാ അല്ലാഹ് പറയാണ്ട് ഇതാ തീരട്ടെ. അപ്പൊ ചുരുക്കത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായൊരു ലക്ഷ്യമുണ്ട്, വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. നമ്മളെ ഉലമാക്കന്മാർക്ക് ഭൗതികമായ ഒരു താല്പര്യമില്ല, ഭൗതികമായ ഒരു ആസ്വദിക്കലില്ല, ഭൗതികമായ ഒരു ലക്ഷ്യം അവരുടെ മുമ്പിലില്ല. അവർ ഭൗതികതയുടെ ആളുകളല്ല, അവർ സമ്പന്നരുടെ പിന്നിൽ പോകുന്നവരല്ല, അവർ രാഷ്ട്രീയക്കാരന്റെ പിന്നിൽ പോകുന്നവരല്ല, അവർ ഭൗതിക നേതൃത്വത്തിന്റെ പിന്നിൽ പോകുന്നവരല്ല, അവർ അവരുടെ നിലപാടേറ്റ കൂടെ. ഇങ്ങക്ക് തോന്നുന്നുണ്ടോ ചെറുശ്ശേരി ഉസ്താദിനെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം മൂപ്പർക്ക് എന്താ വേണ്ടി? ആ പഴയ അംബാസഡർ കാറുള്ളൂ, വലിയ കണ്ട കുറ്റാതാണ്. പിന്നെ ആ ബാഗും ആ തുണിയും വേറെന്താ വേണ്ടി? ഇത് ഹെലികോപ്റ്റർ വാങ്ങേണ്ടവർക്കല്ല മക്കളെ, ഫ്ലൈറ്റ് ഇറക്കാനുള്ള സമ്മതം വേണ്ടി അല്ലേ? നമ്മൾ ആലിമീങ്ങൾ അതിനു വേണ്ടി ജീവിക്കുന്നവരല്ല, അവർ ഉഹ്റവിയായ ആലിമീങ്ങളാണ്. അതിനു വേണ്ട മുഴുവൻ ഗുണങ്ങളും അവർക്കുണ്ട്, അതിനു വേണ്ട മുഴുവൻ പൊരുത്തവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിർഭയരാണ്. മന്ത്രിമാർ ഓഫീസിലൊക്കെ കയറി ഇറങ്ങുന്നത് കൗമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ, മന്ത്രിമാരെങ്ങനെ സ്വാധീനിക്കണ്ടോന്ന് അറിയാം. എന്നിട്ടൊരു പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്, ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് സോണിയാഗാന്ധി ഇസ്മായിൽ സഖാഫിയായിട്ട് ബന്ധപ്പെടേണ്ടി വരും. ആര്? പേരോട്. എന്താ മൂപ്പർക്ക് സോണിയാഗാന്ധിനോട് സ്നേഹമാവോ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൂടേനോ? സോണിയാഗാന്ധി എന്ന് പറയരുത്, അത് മോശമാണ്. ആരെന്ന് പറഞ്ഞോണ്ടു? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞോണ്ടു. കാരണം എന്താ, അടുത്ത തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണം മുഴുവൻ ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കാണ്. അങ്ങനെ പറയും, തിരുത്തി പറയും. ഞങ്ങളോട് ആരും ബന്ധപ്പെടേണ്ടതില്ല, ഞങ്ങൾ ആരും ബന്ധപ്പെടുത്തേണ്ടതില്ല. ഈ പുതിയ ആരോപണമൊന്നും നടക്കൂല. രാഷ്ട്രീയ നേതൃത്വത്തെ വിമർശിക്കുന്നത് പണ്ഡിതന്മാർക്കൊരു കുറവാണ് എന്ന് തോന്നിയത് എന്ന് മുതലാണെന്നും കൂടി പറയണം. പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഈ പ്രസംഗിപ്പിച്ചിരുന്ന കാലുണ്ട്. AP നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിഷേധിക്കണ്ട. മൂപ്പരചാരപ്പ AP എനിക്കറിയില്ലാന്നാണ്. അക്കാലത്ത് ശർമാജി എന്നു പേരിലെ നരസിംഹറാവുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മർക്കസിൽ വന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ദൃക്സാക്ഷികളാണ് ഞങ്ങളെ. പക്ഷെ ഒരു കാര്യം അന്ന് നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. എന്താരോ ഇപ്പൊ തുറന്നു പറയാലോ, അന്ന് നമ്മളിട്ട കെണീന് AP ഒന്നും കഴിച്ചിലായിട്ടില്ല. എന്താ? ഞങ്ങളിങ്ങനെ നോക്കുമ്പോ